നമസ്കാരം ഷാജിയേട്ടാ. നമസ്കാരം. നമുക്ക് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ചില പൊറാത്തു നാടകങ്ങൾ എന്ന് തന്നെ പറയാം, അന്വേഷണങ്ങളുടെ പൂരം കലക്കല് അല്ലാതെയൊക്കെയുള്ള അന്വേഷണങ്ങളെ. പിന്നെ പൂരം കലക്കൽ ഒരു വിഷയം, രണ്ടാമത്തെ വിഷയം ADGP RSS നേതാക്കളെ കാണാൻ പോയത്. CPI ഘോരഘോരം ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പാറയ്ക്ക് കല്ലിന് കാറ്റുപിടിച്ച പോലെ നിൽക്കുന്നു. എന്താണ് ചേട്ടാ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഇടതുമുന്നണിക്കകത്ത് CPI വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയർത്തിയതാണ് ഈ തൃശ്ശൂരിലെ പൂരം കലക്കൽ സംഭവം. അതോടൊപ്പം തന്നെ RSSന്റെ മേധാവിയുമായി ADGP സംസാരിച്ചു എന്ന് പറയുന്ന വിഷയവും. മുന്നണിക്കകത്ത് അവര് ആദ്യഘട്ടത്തിൽ ദുർബലമായാണ് ഉന്നയിച്ചതെങ്കിലും അതിനുശേഷം CPIയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പ്രകാശ് ബാബു അത് വളരെ ഗൗരവതരമായ വിഷയമായി ജനയുഗത്തിൽ ഒരു ലേഖനം എഴുതിയതോടെ അത് വൻ വിഷയമായി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നു. അത് വന്നപ്പോ ഉണ്ടായിട്ടുള്ള ഒരു പരാമർശം CPMന്റെ പക്ഷത്തു നിന്ന് വന്നെന്താന്ന് പറഞ്ഞാൽ, മുന്നണി മര്യാദ പാലിക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു ക്ഷമ CPI കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് CPIയുടെ ആ വിമർശനത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മളിവിടെ എത്തിച്ചേരാവുന്ന ഫൈൻഡിങ്സ് എന്താന്ന് പറഞ്ഞാല്, ഈ അന്വേഷണത്തിൽ സത്യത്തിൽ പാർട്ടിക്കും CPI ഗവൺമെന്റിനും താല്പര്യമില്ല എന്നുള്ളതാണ്. വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിനകത്ത് വരൊന്നുമില്ല. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ADGP അജിത് കുമാറിനെതിരെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? RSSുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ആ അർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിക്കുക എന്ന് മാത്രമാണ്. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിക്കുക എന്നത് മാത്രമാണ്, ഒരർത്ഥം അതിനില്ല. അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിക്കാനുള്ള ഒരു തറ മുഖ്യമന്ത്രി ഒരുക്കി കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഏക ഉത്തരം, അതായത് ആദിമധ്യാന്തമായ ഏക ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും അത് നടക്കാത്തൊരു സംഭവമാണ് കേരള പൊളിറ്റിക്സ് ഇരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഈ പദവിയിലിരിക്കുന്ന കാലത്തോളം അത്തരം നടപടി സാധ്യമല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ കക്ഷികളും, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും BJP ഉൾപ്പെടെ, അവരത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറയും. പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം പാർട്ടി. അല്ലാതെ കാലത്തോളം ഈ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണമോ RSS ADGP ADGP RSS നേതാവിനെ പോയി കണ്ടുവന്ന സംഭവം ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു വക അതിനകത്ത് കണ്ടെത്താൻ പോകുന്നില്ല. ഇതാണ് വാസ്തവത്തിൽ ഇതിന്റെ കീ പോയിന്റ്. ഇതാണ് അവിടെ കേരളത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി സർക്കാർ ഭരണത്തിലും അതിന് മുൻപുണ്ടായിരിക്കുന്ന കാലയളവിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും എങ്ങനെയാണ് ഈ പാർട്ടിയെ ഈ മനുഷ്യൻ ഒറ്റക്ക്, ഇയാളും ഇയാളുടെ പാർശ്വവർത്തികളും വനിതാ ബന്ധുക്കളും ചേർന്ന് ഈ പാർട്ടിയെ ഇത്ര നിരാലംബവും നിസ്സഹായവുമാക്കി തീർത്തത്. ഇതിനുള്ള വെച്ച് ഞാൻ പലപ്പോഴായി ആവർത്തിക്കുന്ന സംഭവമാണ്. ഇദ്ദേഹത്തിന്റെ മകളുടെ എക്സാലോജി കമ്പനിയുടെ വിഷയം വന്നല്ലോ. ആ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്യാൻ അഡ്രസ് കൊടുത്തത് AKG സെന്റർ അഡ്രസ്സാണ് കൊടുത്തത്. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്ന് വരെ കേരളീയ പൊതുസമൂഹത്തിന് അതൊരു ഗൗരവതരമായ ചർച്ചയായിട്ട് ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവന്നു? ആരാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? ഒരാൾ ഉയർത്തിക്കൊണ്ട അതിനെക്കുറിച്ച് CPMന്റെ ഗോവിന്ദൻ പോലും ഒരു അക്ഷരം, ആരെങ്കിലും ചോദിച്ചാൽ ഒരു അക്ഷരം ഉരിയാടുന്നില്ല. ഇവിടെ നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു പാർട്ടിയെ അയാളുടെ കുടുംബപരമായ കാര്യത്തിനായി ഒരു പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടറിന്റെ അഡ്രസ്സിനെ ദുരുപയോഗം ചെയ്തിരിക്കുന്ന ഒരാളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ചെറുതല്ല കാര്യം അത്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ നീതിപൂർവമായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പാർട്ടി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ, പാർട്ടിക്കകത്ത് മെമ്പർഷിപ്പ് ഉള്ളവരോ തലക്കകത്ത് താഴ്ത്താമത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് വിശ്വസിക്കാൻ സാധ്യമാവുമോ? സാധ്യമാവില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കവെയാണ് ഭയം എന്ന് പറയുന്ന ഒരു വികാരം മാത്രം അയാൾ നിർമ്മിച്ചുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് അയാളാണ് പരമാധികാരി എന്ന് അയാൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ സ്ഥാപിക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഗോവിന്ദൻ ഇപ്പോ ഓസ്ട്രേലിയയിൽ പോയിട്ട് ചുറ്റിക്കറങ്ങിയതിൽ വന്നല്ലോ മൂപ്പർ ഇപ്പോ പറയുന്നതുകൊണ്ട് ഈ ചേച്ചിക്ക് ക്ലീൻ ചിറ്റ് മൂപ്പൂർവം കൊടുത്തു. നേരത്തെ മറ്റേയാൾ അസന്നിഗ്ധമായി വാർത്താ സമ്മേളനത്തിൽ അയാൾ പറഞ്ഞാണ് അങ്ങനത്തെ യാതൊരു അന്വേഷണവുമില്ല, മാതൃകാപരമായ പ്രവർത്തനം. എന്താണ് മാതൃകാപരമായ പ്രവർത്തനം? മാതൃകാപരമായ പ്രവർത്തനമുള്ള ഒരാളാണ് എങ്കിൽ എങ്ങനെയാണ് ഇയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ഇയാൾ അതിനകത്ത് പുറത്താക്കപ്പെടുന്നത്? എങ്ങനെയാണ്? ഏത് മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ഇയാൾ വിശദീകരിക്കണ്ടേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഈ ഒരു സാധനം നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ജനങ്ങളെ പൊട്ടമാറാക്കുന്നത് അർത്ഥം. ഈ പൊട്ടമാറാക്കുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് പറഞ്ഞാല്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPI അവരുന്നയിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ വിഷയത്തിനകത്ത് അവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം.
ഉറച്ചു നിൽക്കുമോ എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. ഉറച്ചു നിന്നില്ല എങ്കിൽ CPI ഇന്നുള്ളതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് അത് പതിക്കപ്പെടും. രാഷ്ട്രീയമായ കാരണങ്ങളാലും ചരിത്രപരമായ കാരണങ്ങളാലും CPIക്ക് എന്തേ സാധ്യമാവുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്സിനകത്ത് നിന്നുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുക എന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ മുന്നണിക്കകത്ത് മറ്റൊരു പരീക്ഷണം നടത്താൻ കൂടി അവർ സന്നദ്ധമാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന രണ്ട് സാധനവും ഇനി പാലിക്കപ്പെടാൻ പോകുന്നു. ഇല്ലെങ്കിൽ പാലിക്കപ്പെടില്ല. മുന്നണിക്കകത്തൊരു മുന്നണി CPI ഉണ്ടാക്കും എന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ? കുറുമുന്നണി ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സാധ്യമാണ്, ഇപ്പോൾ സാധ്യമാണ്. പക്ഷെ അതിനുള്ള ഗ്രൗണ്ട് അവർക്ക് രൂപപ്പെട്ട് വരുന്നതിന് തടസ്സം നിൽക്കുന്നത് ആര് എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് ആ ഒരു പോയിന്റിലും കൂടിയാണ് വരുന്നത്. ഈ CPIക്ക് അകത്ത് പോലും ഇയാൾ വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ CPIക്ക് അകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന എന്താ പറയാ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ അയാൾ അതിനകത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ നിർത്തിവെച്ചിരിക്കുന്ന സംഭവത്തിന്റെ മേലെയും കൂടിയാണ് CPI പലപ്പോഴും എന്തായിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു കട്ടൻ ഡ്രൈയായ നിലപാടെടുക്കുന്നതിൽ CPI പലപ്പോഴും ദുർബലപ്പെടുത്തിയതാണ്. ഇത്തരം ഒരു അവസ്ഥ ആർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ആ ക്രിയേറ്റ് ചെയ്ത ചോദ്യം അതായത് പിന്നെ ഞാൻ അതിനെ കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുമായുള്ള വ്യക്തിബന്ധങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ അയാളുമായി ബന്ധങ്ങളുടെ ആളുകളെ ത്രൂ ഔട്ട് കേരള ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. ഈ പറയുന്ന മുഖ്യമന്ത്രിയുമായിട്ട് എല്ലാ ആളുകളും നമ്പർ 1 ഫ്രോഡുകളാണ്, മുഴുവൻ നമ്പർ ഫ്രോഡുകളാണ്. ഈ ഫ്രോഡുകളും ഇയാളും തമ്മിലുള്ള ബന്ധത്തിന്റെ ബേസ് എന്താണ് ശരിക്ക്? അത് ഫ്രോഡല്ലാതെ വേറെ സംഭവമില്ലല്ലോ, അല്ലല്ലോ. ഈ ഇങ്ങനെ വരുന്ന ആളുകൾ എല്ലാ പാർട്ടികൾക്കകത്ത് BJPക്കകത്ത് ഇയാളുടെ ഏജന്റ് ഉണ്ട്, CPIക്കകത്ത് ഇയാളുടെ ഏജന്റ് ഉണ്ട്, ലീഗിനകത്ത് ഇയാളുടെ ഏജന്റ് ഉണ്ട്, പിന്നെ BJPക്കകത്തുണ്ട്, തെറ്റിയാൽ പരിവാറിനകത്തുണ്ട്, സകലമാന പാർട്ടികൾക്കകത്തും ഇയാളുടെ ഏജന്റ് വലിയ അവിടെ എല്ലാം വരുന്ന വിഷയം എന്താണ്? കമ്മീഷൻ കിട്ടിയിരിക്കുന്ന പണം ഉപയോഗിച്ച് ഇവരെല്ലാം ഇയാൾ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരെയും പർച്ചേസ് ചെയ്തു. ആളുകൾക്ക് പൊളിറ്റിക്സ് എന്നതിനേക്കാൾ അത് രാഷ്ട്രീയത്തിന്റെ മൂല്യത്തെക്കാണ് താല്പര്യം. രാഷ്ട്രീയത്തിലെ അധാർമിക പ്രവൃത്തികളിലൂടെയാണെങ്കിൽ പോലും പണം കയ്യിൽ വരിക എന്ന അവസ്ഥയിലേക്ക് പൊളിറ്റിക്സ് മാറി. ഇത് അടിസ്ഥാനപരമായ മാർക്സിയൻ പൊളിറ്റിക്സിന് വിരുദ്ധമാണ്. കമ്മ്യൂണിസ്റ്റ് ധാർമ്മിക രാഷ്ട്രീയ സങ്കല്പത്തിന് വിരുദ്ധമാണിത്. ഈ വിരുദ്ധമായ ഒരു സംഭവത്തെ വളരെ സമർത്ഥമായി CPIനകത്ത് അഖിലേന്ത്യാ തലം വരെ ഇയാൾക്ക് പിന്നെ സ്ഥാപിച്ചെടുത്തതോടെ എന്തായിത്തീർന്നു പറഞ്ഞാൽ ഇയാൾ പറയുന്നിടത്തേക്ക് പാർട്ടി നിൽക്കേണ്ടുന്ന അവസ്ഥ വന്നു. ഇതാണ് വാസ്തവത്തിൽ ഈ കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരവും ഗൗരവമേറിയിരിക്കുന്നതുമായ പ്രതിസന്ധി. ഇതാണ് വാസ്തവത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മൾ പത്രങ്ങൾ ചർച്ച ചെയ്യാൻ പത്രങ്ങളിൽ 4 ദിവസം ചർച്ച ചെയ്ത് സാധനം അതങ്ങ് വിട്ടു. നിങ്ങൾ ഓരോ സംഭവത്തിനും എടുത്തു നോക്കും. ഏത് സംഭവത്തിൽ ഇപ്പൊ കേരളത്തെ ഏറ്റവും പിടിച്ചു പിടിക്കുന്ന സംഭവമായിട്ടുള്ള സ്വർണ്ണക്കടത്ത് വിവാദം. ഈ സ്വർണ്ണക്കടത്ത് വിവാദം വന്നിട്ട് സെക്രട്ടേറിയറ്റും പിന്നെ ക്ലിഫ് ഹൗസിന്റെ ഒരു ഭാഗത്ത് മാത്രം ക്ലിഫ് ഹൗസിന്റെ മാത്രമാണെങ്കിലും ഇടിയും മിന്നൽ വന്നിട്ട് രേഖ കമ്പനിയിൽ കത്തിപ്പോയി. ഈ സെക്രട്ടേറിയറ്റിനകത്ത് വന്നിരിക്കുന്ന സാധനം എന്തായി? അവിടെ വരുന്ന വന്നു പോയിരിക്കുന്ന ആളുകളുടെ മുഴുവൻ തന്നെ പിന്നെ CCTVകൾ നഷ്ടമായി പോയി. നിങ്ങൾ എന്താ പറയുന്നത്? കേരളത്തിൽ ഇത്രയും വലിയ സംഭവം അതിൽ കോടതി സ്വമേധയാ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ഇപ്പൊ ഈ പറയുന്ന കോടതിയെ സമീപിച്ചോ? എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം കണ്ടെത്തി പോലും അത് ഉന്നയിച്ചു? ഇതൊന്നും ഉന്നയിക്കുന്നില്ല. ഉന്നയിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയാം, വിവിധ പാർട്ടി ലീഡർഷിപ്പ് ഇതറിയാം. പക്ഷെ ഇവരാരും ഇത് ചെയ്യാതിരിക്കുന്നതിന് കാരണം ഇവർക്കെല്ലാം തന്നെ ദല്ലാളുമാരെ വെച്ച് കാശ് കൊടുത്ത് ഇയാളുടെ കയ്യിലേക്ക് അയാൾ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അപ്പൊ ഇത്തരം ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ എന്താവില്ല എന്ന് പറഞ്ഞാല് അതിനെ മുറിച്ചു കിടക്കുക നമുക്ക് പ്രായോഗികമല്ല. ഇവിടെയാണ് CPI എന്ന് പറയുന്നത്. ഒരു CPI ഒരു പാർട്ടി നിങ്ങൾ ആലോചിക്കുക. CH മേനോൻ, MN ഗോവിന്ദൻ നായർ, TV തോമസ്, വെളിയം ഭാർഗവൻ, ചിത്തരഞ്ജൻ, പിന്നെ CK ചന്ദ്രപ്പൻ, ഇങ്ങനെ അതിപ്രഗത്ഭരായിരിക്കുന്ന ആളുകളുടെ ഒരു വലിയ നിരയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ നിന്ന് CPI സംഭാവന ചെയ്തത്. ഈ സംഭാവന ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കേരളത്തിന് ആദ്യമായി കേരളത്തിൽ ഏറ്റവും വലിയ ഗംഭീരമായിരിക്കുന്ന ഒരു സാമ്പത്തിക രേഖ ഉണ്ടാക്കിയത് ആരാ? C അച്യുതമേനോനില്ലേ? ഈ അച്യുതമേനോൻ ഈ രേഖ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ പലതവണ മറ്റേതൊരു ചാനൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിനകത്ത് നിന്ന് പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിൽ പണം ചിലവഴിക്കാൻ ഞാൻ അനുമതി നൽകില്ല എന്ന് C അച്യുതമേനോൻ ഖണ്ഡിതമായി പറഞ്ഞത്. കാരണം അങ്ങനെ ചെലവാക്കാൻ മാത്രമുള്ള വരുമാനമുള്ള ഒരു പിന്നെ പ്രദേശമല്ല, ഒരു സ്ഥലമല്ല, ഒരു സ്റ്റേറ്റ് അല്ല കേരളം. കാരണം ഇതിന് പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പണം ചിലവഴിക്കുന്നതിനകത്ത് പോലും വളരെ കൃത്യമായിരിക്കുന്ന കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കണം. ഈ കാൽക്കുലേഷന്റെ ഭാഗമായി വരാവുന്ന പിന്നെ പദ്ധതികളാണ് സത്യത്തിൽ ഈ പറയുന്ന C അച്യുതമേനോൻ കേരളത്തിന് സംഭാവന നൽകിയത്. ആ സംഭാവനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഈ CPM കൊണ്ടുവന്നിരിക്കുന്ന ഏത് സ്ഥാപനമാണ് കേരളത്തിൽ ഗംഭീരമായിട്ടുള്ളത്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കൊണ്ടുവന്നതിനാരാ? പിന്നെ ഇവരില്ലേ? ശ്രീത്ര കൊണ്ടുവന്നതിനാരാ? പിന്നെ അച്യുതമേനോനില്ലേ?
നമ്മുടെ ഇതില്ലേ എന്താ പറയാ ആർട്ട് ഗാലറി അത് കൊണ്ടുവരാനാ? അത് ഇങ്ങനെ കേരളത്തിനകത്തോട്ട് കൽട്രോൺ കൊണ്ടുവന്നതാരാണ്? ഈ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പദ്ധതികളെയും വളരെ ദൂരക്കാഴ്ചയോടെ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും ആരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന CH മേനോനല്ലേ. ഇവിടുന്ന് 1964 പാർട്ടി പിളർന്നതിന് ശേഷം പിന്നെ ചെയ്ത പണി എന്താണ്? ഈ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാപനത്തെ എങ്ങനെ നശിപ്പിക്കണമെന്നതായിരുന്നു പിന്നത്തെ ചിന്ത. ഈ നശീകരണ ചിന്തയുടെ ഭാഗമായി വന്നപ്പോൾ രാഷ്ട്രീയം എന്തായി തീരുക എന്ന് പറഞ്ഞാൽ പകവോക്കാനുള്ള സാധനം മാത്രമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ അതിനകത്ത് സർഗാത്മകമായ രാഷ്ട്രീയം അവസാനിക്കുകയും പകരം പകവോക്കലിൻ്റെതായിരിക്കുന്ന രാഷ്ട്രീയം വരികയും ഈ പകവോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ സംഭവം നടന്നത് മർദ്ദനം നടന്ന സ്ഥലം കൂടിയാണ് പറയുന്നത്. അത് ഈ പിണറായിയിലാണ്. പിണറായിയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സഖാവ് പി നാണുവേട്ടൻ ഇതാ ഈ പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പി നാണുവേട്ടനെ മർദ്ദിച്ചത്. ഒരാവശ്യമില്ലാതെ ആ മനുഷ്യനെ അടിച്ച് നുറുക്കി അകാലത്തിൽ നാണുവേട്ടൻ മരിച്ചു പോവുകയാണ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സംഭവം അതോടുകൂടിയാണ് ഈ കണ്ണൂർ ജില്ലക്കകത്ത് കേരളത്തിൽ പോലും CPM CPI ഒരു വലിയ വിടവുണ്ടാകുന്നത്. കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നവർക്ക് CPIക്ക് നിർണായകമായ സ്വാധീനമുള്ള മേഖലയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് CPMനെ പൊതുവെ വന്നിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഒറ്റയാൾ മാത്രമേ ഉണ്ടായിരുന്നത്. പാഞ്ചാലോകമല്ല, ഇവരാരും ഉണ്ടായില്ല. ബാക്കി എല്ലാ ആളുകളുമായിട്ട് കൂടിയാണ് CPIയുടെ കൂടിയായിരുന്നു. വിനയ് ബലറാം തൊട്ട് വരാവുന്ന വലിയ നിര മുഴുവൻ ഇവരുടെ പിണറായി ആണല്ലോ ഇവരല്ലോ. ആ വരുന്ന നിര മുഴുവൻ CPIയുടെ കൂടിയാണ്. ഇവിടെ ഉള്ളത് ഈ പാണ്ഡ്യാലോകൻ. അതിനുശേഷമാണ് ഈ സാധനം ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ പാണ്ഡ്യാലോകമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് ആളുകൾ ഇതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഒരു തരത്തിലുണ്ടായിരിക്കുന്ന കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നറിയോ? വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ദ പാർട്ടി ആണ് ഇയാൾ എന്ത് ചെയ്തത്? ഈ പി നാണുവേട്ടനെ ആക്രമിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് അടിച്ച് അയാൾ കൈയെല്ലാം മുറിച്ച് നശിപ്പിച്ചു. അത് നശിപ്പിച്ചാണ് അകാലത്തിൽ നാണുവേട്ടൻ മരിക്കുന്നത്. അതായത് നശീകരണ പ്രവൃത്തിയുടെ ആദ്യത്തെ സാധനം ഈ പറയുന്ന പിണറായി ഇയാൾ ആരംഭിച്ചത് ഈ നാണുവേട്ടൻ ആക്രമിച്ച സംഭവത്തോടു കൂടിയാണ്. ഇതോടുകൂടിയിട്ടാണ് എന്തായെന്ന് പറഞ്ഞാൽ പിണറായിയിൽ CPM CPIയും തമ്മിൽ മാനസികമായി പോലും അകലുന്നൊരവസ്ഥയുണ്ടായത്. അല്ലെങ്കിൽ ഏത് CPIയുടെ നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം ആളുകൾ ഉണ്ടാകുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രത്യയശാസ്ത്രപരമായി പൊതുയോഗ വേദിയിൽ ഗംഭീരമായ പ്രസംഗങ്ങൾ അത് വേറെ വിഷയം. പക്ഷേ ഇതൊരു വ്യക്തിപരമായ വൈകാരികത. ഇതിന് ഒറ്റ അർത്ഥം മാത്രമേ ഇല്ലല്ലോ. പാണ്ഡ്യാലയല്ല ഇവിടെ വലുത്, പിട്രംകോട്ടനല്ല ഇവിടെ വലുത് എന്ന് സ്ഥാപിക്കുകയായിരുന്നു വാസ്തവത്തിൽ ആർക്ക്? ഈ പറയുന്ന മുഖ്യമന്ത്രി ഈ മിസ്റ്റർ വിജയന്റെ ഏക താല്പര്യം. ആ താല്പര്യത്തിന്റെ ഭാഗം ഇത് തന്നെയാണ് ഇയാൾ ത്രൂ ഔട്ട് കേരള പിന്നീട് ഓരോ സ്ഥലത്തും ആദ്യം കണ്ണൂർ ജില്ല പിന്നീട് ഇപ്പോ ഈ ത്രൂ ഔട്ട് കേരള ഇയാൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴെന്താന്ന് പറഞ്ഞാൽ CPI പോലത്തെ ഒരു പാർട്ടി ഉന്നയിച്ചിരിക്കുന്ന ഗൗരവകരമായ വിഷയത്തെ നിങ്ങൾ ഈ അർത്ഥത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ മേലും പൊളിറ്റിക്സിന്റെ മേലും അഡ്രസ് ചെയ്യാതെ അത് മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ചുരുക്കി കാണിക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണ്? ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ശശിക്കെതിരെ ഒരു അന്വേഷണവുമില്ല, മാതൃകാപരമായ പ്രവർത്തനമാണ് ശശി നടന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് കൂടിയല്ലോ. സമ്മേളനങ്ങൾ നടക്കുകയാണ്. സമ്മേളനത്തിൽ ഒരൊറ്റ ഒരുത്തൻ ഈ മാതിരി സാധനം കൊടുത്ത് ചർച്ചക്കാരെ വരേണ്ടതായി പറഞ്ഞതിന് അർത്ഥം ഒരർത്ഥമല്ല. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ അവസാനിക്കും. ഇനി ഈ സമ്മേളനങ്ങൾക്കകത്ത് ചർച്ചയില്ലാത്ത എല്ലാ സമ്മേളനങ്ങൾക്കകത്തും ഷട്ടർ ഇയാൾ ഇട്ട് കഴിഞ്ഞു. ഈ ഷട്ടർ ഇട്ട് കഴിഞ്ഞു എന്നതിന്റെ മറ്റൊരു സംഭവം കൂടിയാണ്. ഇന്നലെ CPIഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഒരു ഗോവിന്ദനടക്കം പറഞ്ഞത് അത് നടപടിയാവാത്ത വിഷയമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനോട് സംസാരിക്കുമെന്ന് പറയേണ്ടത് ആരാണ്? അൻവറല്ലേ? അൻവറിനോട് പറയാൻ ഇവർ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അൻവറിനോട് പറയാൻ തീരുമാനിച്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ അൻവർ എന്താവും? അൻവർ ഈ പറഞ്ഞ പോലെ കേരള എല്ലാം തന്നെ അയാൾ കേരള രാഷ്ട്രീയത്തിന് മണ്ണാൻ കിട്ടിയല്ലോ, അത് വേറെ വിഷയം. പക്ഷേ അൻവർ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ വിശ്വാസ്യത പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറ്റി തീർക്കുകയാണ് ഇത്. അങ്ങനെ ഫലത്തിൽ ഇയാൾ മുഖ്യമന്ത്രിയായി തുടരുന്ന കാലത്തോടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഏത് അന്വേഷണവും സത്യത്തിൽ പബ്ലിക്കിനെ പൊട്ടന്മാരാക്കലാണ്, നാട്ടുകാരെ പരിഹസിക്കലാണ്, സ്വന്തം പാർട്ടിയെ ചതിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൗരബോധമുള്ള മുഴുവൻ ആളുകളും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും പോലും പറയേണ്ടതെന്ന് വിചാരിച്ചാൽ ഇയാളെ പുറത്താക്കണം, അതിന് പാർട്ടി സന്നദ്ധമാവണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം പറയേണ്ടത്. മറ്റല്ലാതെ ഒരു അന്വേഷണവും ഒരു ലക്ഷ്യത്തിലെത്താനുള്ള സാധ്യത അതിൽ ഉണ്ടാവില്ല എന്നാണ് അയ്യപ്പദാസ് സത്യസന്ധമായി എനിക്ക് തോന്നുന്ന സാധനം. കാരണം അത്രമാത്രം ഭയം ഇയാൾ ഈ പാർട്ടിക്കകത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഭയരഹിതരായി നിൽക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രയേറെ ഭയം ഉണ്ടാക്കി വെച്ച ആളുകളെ കീഴ്പ്പെടുത്തി ഇങ്ങനെ ഭരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സംശയങ്ങൾ ഉന്നയിക്കില്ല. ഒരാൾ പോലും ഒരക്ഷരം ഉരിയാടാൻ പോകുന്നില്ല. ഇവിടെയാണ് VSന്റെ വളരെ പ്രസിദ്ധമായ പ്രസംഗമില്ല, വെറുക്കപ്പെട്ടവൻ. ഈ വെറുക്കപ്പെട്ടവനെല്ലാം തന്നെ ഏറ്റവും സ്വീകാര്യനായ ആളായി ഇയാൾക്ക് മാറുകയാണ് ചെയ്തത്. ഏറ്റവും സ്വീകാര്യനായ ആളുകളാണ് VS വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്ന മുഴുവൻ ആളുകളും. അതായത് ഫാനിസ് അബൂബക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ,
ഇവരെല്ലാവരും ഇയാൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യനാകുമ്പോഴാണ് ഇയാൾ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് മാത്രം എത്രമാത്രം ജനവിരുദ്ധമാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ വളരേണ്ടത്. അത് വളരാനുള്ള സാധ്യത ആ പാർട്ടിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നത് മാത്രമാണ് വാസ്തവത്തിൽ ഇനിയും ഒരു വലിയ വേളയിലെങ്കിലും അന്വേഷിക്കാവുന്ന സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. മിസ്റ്റർ അയ്യപ്പദാസ് ചേട്ടാ, ഇതില് ചേട്ടൻ പറഞ്ഞില്ലേ ADGP അജിത് കുമാറിനെ കുറിച്ച് അന്വേഷണം വേണം എന്ന് പറയുമ്പോഴും മറ്റ് അന്വേഷണങ്ങളുടെ കാര്യം പറയുമ്പോഴും CPI ഒരു വേള എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന് ചങ്കുറപ്പോടെ പറയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതുകൂടെ പറയണമെന്നുണ്ട്. അത് പറയേണ്ടത് CPI ആണ്. കാരണം CPIയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇയാൾ അങ്ങനെ മരയിപ്പിച്ചു എന്നുള്ളതാണ് വിഷയം. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. ഇയാൾ മാറുകയാണ്, ഇയാളെ ഇതിനകത്ത് പാർട്ടി ആവശ്യപ്പെട്ടിട്ട് ഇയാൾ മാറുകയാണെങ്കിൽ പറയാം ADGP അജിത് കുമാർ അവിടെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയിക്കല് അയാൾ ഈ പറയുന്ന ക്രൈം മുഴുവൻ ചെയ്തത് ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറയാം. അയാൾ ഈ ക്രൈം മുഴുവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? ഇന്നവർ അയാൾക്ക് വേണ്ടിയല്ല. പിന്നെ സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മീഷൻ അയാൾക്ക് കിട്ടുമല്ലോ. പക്ഷേ ഈ അതിന്റെ ആരുടെ താല്പര്യാർത്ഥമാണ് ഈ പറയുന്ന എല്ലാ വൃത്തികേടുകളും ഇയാൾ ചെയ്യുന്നത്? ഈ ഒരൊറ്റയാളുടെ താല്പര്യാർത്ഥമാണ്, ഇവരൊന്നുമല്ല. അതുകൊണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആരെയാണ്? റിമൂവ് ചെയ്യേണ്ടത് ഇയാളെയാണ് റിമൂവ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശബ്ദം പോയ CPI ഇനി എപ്പോഴെങ്കിലും ശബ്ദമുയർത്തി ഇയാൾ രാജിവെക്കണം എന്ന് ഡയറക്റ്റായിട്ട് പറയുമോ എന്ന് നമുക്ക് നോക്കാം, അല്ലേ ചേട്ടാ? അങ്ങനെ പറയാൻ പറ്റും. അതെ, അതുകൊണ്ട് അവരത് പറയുന്നില്ല എങ്കിൽ CPI വലിയ തോതിലുള്ള തിരിച്ചടി രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടുമെന്നാണ് എന്റെ വ്യക്തിപരമായ അത് ഞാൻ വളരെ ഖണ്ഡിതമായി പറയുന്ന. മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ ഞാൻ തുടർന്ന് ബന്ധപ്പെടാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞാട്ടെ, എന്തെങ്കിലും പറയാനുണ്ടോ? നേരത്തെ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇത്രയും അതിനകത്ത് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണ് എങ്കിൽ അവർ പറയുന്ന സംഭവം എന്താ പറഞ്ഞാൽ ഇതൊക്കെ മുന്നണിക്കകത്ത് നമ്മുടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതിനെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതെന്നുള്ള ചില ന്യൂസ് ടോക്കുകൾ നടന്നുകൊണ്ട് വിവിധ പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. അതുപോലും അതുപോലും പരോക്ഷമായിട്ട് ആരെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ന്യായീകരിക്കുന്ന ആളല്ല അതിനകത്ത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അഭിപ്രായം വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ അഭിപ്രായം വേണ്ട എന്ന് പറയാവുന്ന അവസ്ഥ CPIക്കകത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇയാളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ CPIക്ക് അകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുക. അങ്ങനെ അയാൾ ഉണ്ടാക്കി തീർത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ CPIയുടെ കെട്ടുറപ്പിനെ പോലും അതിന്റെ കമ്മിറ്റിയുടെ കെട്ടുറപ്പിനെ പോലും ഇയാൾക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അയാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ CPIയെ കുറെ കൂടി വീക്കൻ ചെയ്യിക്കുകയല്ലാതെ അങ്ങനെ ഓരോ തവണ വീക്കൻ ചെയ്യുന്ന അവസ്ഥ വരുമ്പോഴും ഇയാൾ വീണ്ടും കരുത്തരാവുകയാണ് ചെയ്യുക. CPIക്ക് നിലവിൽ എന്താന്ന് പറഞ്ഞാൽ ഇത് പറയുകയല്ലാതെ കാരണം അവർ പൊളിറ്റിക്കലി അങ്ങനെ എഡമന്റായിട്ട് അവിടെ നിൽക്കുന്നില്ല എങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവത്തിന്റെ ശ്മശാന ഭൂമിയാണ് സത്യത്തിൽ ഇയാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്മശാന ഭൂമിയാണ് ഇടതുപക്ഷത്തിൽ കേരളത്തിൽ ഇയാൾ നിർമ്മിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യകർത്താക്കളായി അയാളോടൊപ്പം തന്നെ ചേരുന്ന ഒരു നിർഭാഗ്യം പിടിച്ച ഒരവസ്ഥയിലേക്ക് CPIയും അതിനെ പതിപ്പിക്കുക എന്ന എന്താ പറയുക അങ്ങേയറ്റം ഗൂഢമായ രാഷ്ട്രീയ താല്പര്യവും ഇയാൾക്കുണ്ടോ എന്ന് ന്യായമായും ഞാൻ സംശയിക്കുന്നുണ്ട്. മിസ്റ്റർ അയ്യപ്പദാസ്, ഏതായാലും ചേട്ടാ ഞാൻ മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചേട്ടനെ വിളിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ താങ്ക് യു.